മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതരുടെ കേന്ദ്ര സഹായം വൈകുന്നതിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് UDF. പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധിക്കാനാണ് തീരുമാനം. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. അതേസമയം ടൗൺഷിപ്പ് പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ അട്ടമല നിവാസികൾ മേപ്പാടി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന് 4.5 മാസം പിന്നിട്ടിട്ടും ദുരന്തബാധിതർക്ക് സഹായം നൽകാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. മനുഷ്യത്വരഹിതമായ കേന്ദ്ര നിലപാടിൽ ദില്ലിയിൽ പാർലമെന്റ് മാർച്ചടക്കം നടത്താനാണ് ലക്ഷ്യമിടുന്നത്. പാർലമെന്റിനകത്തെ പ്രതിഷേധങ്ങൾക്ക് രാഹുൽ ഗാന്ധിക്കൊപ്പം വയനാട്ടിലെ നിയുക്ത MP പ്രിയങ്ക ഗാന്ധിയും നേതൃത്വം നൽകും. അതിൽ പാർലമെന്റിനകത്തും പാർലമെന്റ് പുറത്തും ഒക്കെ അതിനുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന സമരമുഖങ്ങൾ ഉണ്ടാവും. തുടർ പ്രക്ഷോഭങ്ങൾ വയനാട്ടിൽ വളരെ സീരിയസ് ആയി നടക്കുകയാണ്. ഓൾറെഡി രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ചതായ പാർലമെന്റിനകത്തെ ഇതിനു വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തൽ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകും. ദുരന്തത്തെ അതിജീവിച്ചവരുടെ പുനരധിവാസത്തിന് സഹായം ആവശ്യപ്പെട്ട് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ സംസ്ഥാന സർക്കാരും LDFും നിരാഹാര സമരം സംഘടിപ്പിക്കും. ദുരന്തബാധിതരായ ആളുകളെ ടൗൺഷിപ്പ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്ന ആരോപണവുമായി അട്ടമല നിവാസികൾ മേപ്പാടി ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. അട്ടമലയിലെ 25ഓളം കുടുംബങ്ങളെ ടൗൺഷിപ്പ് പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. റിപ്പോർട്ടർ, ദില്ലി.